ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. ഈ ദേഹമാകുന്ന രഥത്തിൽ സവാരി ചെയ്യുന്ന ഞാൻ ഒരു സാരഥിയാണ്. സ്വയം സദാ രഥിയായ ഞാൻ ഈ രഥത്തിന്റെ വശത്തിലല്ല. ഈ രഥം എന്റെ വശത്തിലാണ്. ഞാൻ ആത്മീയ സേനയുടെ മഹാരഥിയാണ്. ആത്മീയ യോദ്ധാവാണ്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. സ്വദർശന ചക്രധാരിയാണ്. യുദ്ധസ്ഥലത്തിൽ ഉപസ്ഥിതമായ ഒരു ആത്മീയ യോദ്ധാവാണ്. എനിക്ക് ഒരേ ഒരു ചിന്തയാണ്, മായ ജീതാകണം. 5 വികാരങ്ങളുടെ മേലെ സമ്പൂർണ്ണ വിജയം പ്രാപ്തി ചെയ്യണം. ഇപ്പോഴും എൻ്റെ ബുദ്ധിയിൽ യുദ്ധവും വിജയവുമാണ്. സർവ വ്യക്തികളിൽ നിന്നും വൈഭവങ്ങളിൽ നിന്നും ഞാൻ അപ്രഭാവിതമാകുന്നു. സദൈവ ശസ്ത്രധാരി, സർവശക്തികളുടെയും ശസ്ത്രങ്ങളാൽ ഞാൻ സുസജ്ജിതമാണ്. സദാ നിർഭയ രുഹാനി യോദ്ധാവാണ്. സദാ വിജയിയാകാനുള്ള സ്മൃതിയിലിരിക്കുന്നു. ദൃഷ്ടിയിൽ സദാ ഈ ചിന്തയാണ്, ഞാൻ രുഹാനി യോദ്ധാവാണ്, വിജയിയാണ്. ഓരോ സെക്കൻഡും ഓരോ ചുവടും യുദ്ധമൈതാനത്തിലാണ്. വിജയിയാകാനുള്ള ഒരേ ഒരു ലക്ഷ്യമാണ് സർവസംബന്ധം. സർവപ്രവൃത്തികളുടെ സാധനങ്ങളിൽ നിന്നും ബുദ്ധി ഡിറ്റാച്ച് ആകുന്നു. ബുദ്ധിയുടെ കണക്ഷൻ സമ്പൂർണ്ണ സ്വതന്ത്രമാണ്. എപ്പോൾ ആവശ്യമാണോ ഈ ശരീരത്തിൻ്റെ ആധാരമെടുക്കുന്നു. ചെയ്തു കഴിഞ്ഞാൽ വേർപെടുത്തുന്നു. ദേഹബോധത്തിൽ നിന്നും പഴയ സ്വഭാവത്തിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാണ്. അലൗകിക പരിവാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രമാണ്. ബുദ്ധിയുടെ കണക്ഷൻ സർവശക്തിവാൻ പരംപിത പരമാത്മാവിനോടാണ്. കേവലം ഒരു സംഘം മാത്രം ചേർത്തിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ പ്രതിജ്ഞയാണ്, ഒരു ബാബ, മറ്റാരുമില്ല. ഇപ്പോൾ ആരുമായും സംബന്ധവുമില്ല, ആകർഷണവുമില്ല. സദാ ഈശ്വരീയ സേവാഭാവം. 5 തത്വങ്ങളെയും കണ്ടുകൊണ്ട്, പ്രകൃതിയെ കണ്ടുകൊണ്ട്, പ്രകൃതിയുടെ വശത്തിലല്ല, പ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്ന ഞാൻ
ആത്മീയ യോദ്ധാവാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പ്രകൃതിയെ വശത്താക്കി ഞാൻ സദോപ്രധാന പ്രകൃതി സുഖത്തിന്റെ അധികാരിയാകുന്നു. ഞാൻ ആത്മീയ യോദ്ധാവ് സദാ ശ്രീമതമനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ആത്മാഭിമാനിയായി മാറി ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ഓർമ്മയുടെ മധുരമായ യുക്തി മായാജീതാക്കുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇതിൽ ഉയർന്നതിലും ഉയർന്നത് ഒരു ബാബയാണ്. പാർട്ട് മുഴുവനും ആത്മാവിൻ്റെതാണ്. ആത്മാഭിമാനിയായി മാറേണ്ടതുണ്ട്. ശൂദ്രരെക്കാളും ദേവതകളെക്കാളും ഞാൻ ബ്രാഹ്മണനാണ്, ഉത്തമൻ. ഞാൻ ശ്രീമതത്തിലൂടെ നടന്ന് മായയുടെ മേലെ വിജയം നേടുന്നു. പാപ്പ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ആത്മീയ ക്ഷത്രിയരാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മായയെ ജയിക്കുന്നു. വികർമ്മങ്ങൾ വിനാശമാകുന്നു. തലകീഴായ സങ്കല്പങ്ങൾ വരികയില്ല. ബാബ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ബീജരൂപമാണ്. ഇതാണ് ശിവബാബയുടെ ജ്ഞാനയജ്ഞം. സംഗമത്തിൽ ബാബ വന്ന് മുക്തി, ജീവൻ മുക്തി നൽകുന്നു. ബാബ അന്തിമത്തിൽ വരുന്നു, ജ്ഞാനം കേൾപ്പിക്കുന്നു. ഞാൻ ആത്മാഭിമാനിയായി മാറി ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഹീറോ പാർട്ട് അഭിനയിക്കുന്നു. ഓരോ അഭിനേതാക്കളുടെയും പാർട്ട് അവരവരുടേതാണ്. ആരുടെ പാട്ടിലും അസൂയപ്പെടുന്നില്ല. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് സ്വയത്തോട് സംസാരിക്കുന്നു. ഞാൻ ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് വേറിട്ടതാണ്. ബാബ അങ്ങെത്ര മധുരമാണ്. എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യത്തിന്റെ ജ്ഞാനം നൽകി. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ബാബയുടെ സംസ്കാരങ്ങളെ തങ്ങളുടെ നിജ സംസ്കാരങ്ങളാക്കുന്ന വ്യർത്ഥത്തിൽ നിന്നും പഴയ സംസ്കാരങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ആത്മീയ സ്വരൂപത്തിന്റെ സംസ്കാരം ബാബയ്ക്ക് സമാനമായിരിക്കും. ഞാൻ സദാ വിശ്വമംഗളകാരി, പരോപകാരി, ദയാമനസ്കന്റെ വരദാതാവ്. അതേപോലെ സ്വയത്തിന്റെ സംസ്കാരം സ്വാഭാവികമാക്കുന്നു. സങ്കല്പത്തിലും വാക്കിലും കർമ്മത്തിലും അപ്രകാരം നടക്കണം. ജീവിതത്തിൽ സംസ്കാരം ഒരു ചാവിയാണ്. അതിലൂടെ സ്വതവേ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രയത്നം ചെയ്യേണ്ട ആവശ്യകതയില്ല. ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് തൻ്റെ രഥത്തിലൂടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവർ തന്നെയാണ് സത്യമായ പുരുഷാർത്ഥികൾ. ലോകർ പറയുന്നു, മാതാക്കൾ മുഴുവൻ വിശുദ്ധിലും ഐക്യസ്ഥാനത്തിന്റെ നിമിത്തമാണ്.
ഈ പരസ്പര ഐക്യം ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഓം ശാന്തി.